ഹായ് വെൽക്കം ടു മൈ ചാനൽ വിക്കി വ്ളോഗ്. നമുക്ക് ദോശയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി നോക്കിയാലോ. നമുക്ക് വീഡിയോയിൽ കൂടെ പോകാം കൂട്ടുകാരെ. നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഉഴുന്ന്, ഒരു കപ്പ് ഉഴുന്ന്, കുറച്ച് കുരുമുളക്, പിന്നെ അരി, 3/4 കപ്പ് അരി, പിന്നെ കുറച്ച് വത്തൽമുളക്, കരിവേപ്പില, കായം, ഉപ്പ്. നമുക്ക് നോക്കാം എങ്ങനെയാണ്. പാത്രം വെച്ചിട്ടുണ്ട്. ഇത് എണ്ണയില്ലാതെ നമ്മൾ വറുത്തെടുക്കണം കേട്ടോ. നമ്മൾ ചൂടായ പാത്രത്തിലേക്ക് നമ്മുടെ ഉഴുന്ന് പരിപ്പ് ഇടാണ് കേട്ടോ. ഉഴുന്നിട്ടു, കുരുമുളക് ഇട്ടു, അരി ഇടണം കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ചാണ് ചെയ്യണേ. മുളക് മാത്രം ലാസ്റ്റ്. ഇതെല്ലാം കൂടി നമ്മൾ വറുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് എണ്ണയില്ലാണ്ട് നമുക്ക് ചുമക്ക വറുക്കെടുക്കാം കേട്ടോ. നന്നായി ചുമക്ക വറുക്കുന്നതാണ് ഇതിൻ്റെ ഒരു പരുവം. അപ്പോൾ നമുക്ക് നന്നായിട്ട് ചുമക്ക വറുക്കെടുക്കാം കേട്ടോ. എല്ലാതും കൊടുത്ത് ഇതിലേക്ക് നമ്മൾ കരിവേപ്പിലാണ് ഇട്ടിട്ട് കൊടുക്കണേ. കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി ഗോൾഡൻ കളർ വരെ നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മുടെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്, ആയിട്ട് തുടങ്ങിയിട്ട് നല്ല സ്മെല്ലും വരുന്നുണ്ട്. അപ്പം ഇതിലേക്ക് മുളകും കൂടി ഇട്ടുണ്ട് ലാസ്റ്റ്. അത് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ ലക്ഷം കാശ്മീർ ചില്ലി ഇടുന്നത് കേട്ടോ. അപ്പം നമ്മുടെ എല്ലാതും നമ്മൾ വറുത്തിട്ടുണ്ട്. അത് മുറത്തിലൊരു ഇല ചുറ്റ് അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചൂടാക്കി നമുക്ക് പൊടിച്ചെടുക്കാം. അതുപോലെ ഇത്തിരി കായപ്പൊടി ഇടുന്നുണ്ട്. അപ്പോൾ അത് ദോശയുടെ കൂടെ കഴിക്കുന്ന ചമ്മന്തിപ്പൊടി ഇതാ റെഡിയാണ്. ദോശയുടെയും ഇഡലിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ചമ്മന്തിപ്പൊടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എപ്പോഴതിനെ കൂടെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വെറൈറ്റി റെസിപ്പി കാണാൻ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.